ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോയതൊരു പോറ്റിയാണ്. മറ്റാരെങ്കിലുമായി കുറ്റം ചെയ്തെങ്കിലോ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ ഫേസ്ബുക്ക് നിറയെ ഇപ്പോൾ ഏതാണ്ട് ഉപന്യാസം കൊണ്ട് നിറഞ്ഞേനെ, എനിക്ക് സംശയമൊന്നുമില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോയതൊരു പോറ്റിയാണ്. ബ്രാഹ്മണാർജവ ബുദ്ധേ, കള്ളവെന്തെന്നറിയാത്തവനെ. ഭഗവത്ഗീതയിൽ പറയും എന്താണ് ബ്രാഹ്മണ ലക്ഷണം? സത്യസന്ധത, ദയ, ക്ഷമ, ഇതൊക്കെയാണ് ബ്രാഹ്മണ ലക്ഷണം. ഭാസന്റെ പഞ്ചരാത്രത്തിൽ ദ്രോണരെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രാഹ്മണാർജവ ബുദ്ധേ, കള്ളമെന്തെന്നറിയാത്തവനെ. അതായത് ബ്രാഹ്മണൻ സമം സത്യസന്ധത. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോയതൊരു പോറ്റിയാണ്. പക്ഷേ മറ്റാരെങ്കിലുമായി കുറ്റം ചെയ്തെങ്കിലോ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ ഫേസ്ബുക്ക് നിറയെ ഇപ്പോൾ ഏതാണ്ട് ഉപന്യാസം കൊണ്ട് നിറഞ്ഞേനെ, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ പോറ്റിയായത് കാരണം ആർക്കും മിണ്ടാട്ടം ഇല്ല. കേരളീയ സമൂഹം മതേതരത്വം അങ്ങ് പിടിച്ചു മുറുക്കിയിരിക്കുക. എല്ലാവരും പോറ്റിയല്ലേ, ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ബ്രാഹ്മണർ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതാണ് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണനാ. സത്യം. ഡോക്ടർ ശ്യാംകുമാർ കൃത്യമായിട്ട് ഇതിൽ സത്യം പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര അന്തിച്ചർച്ചകൾ ഈ ചാനലുകളിൽ ഉണ്ടാകുമായിരുന്നു, നമ്മൾ എത്ര കണ്ടു. അതേസമയത്ത് മുസ്ലിം എന്നൊരു ബ്രാൻഡ്, ഒരു പേരുണ്ടായാൽ മതി, അത് മുസ്ലിം ആകണമെന്നൊന്നുമില്ല. ഒരു വിളിപ്പേര് ഒരു മുസ്ലിം ആയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നും ഈ സമയത്തും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്തിചർച്ചകൾ കാണുമായിരുന്നു. ഡോക്ടർ ശ്യാംകുമാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും.